ഇപ്പോൾ കേന്ദ്ര മന്ത്രി സുരേഷ് ഗോപി കൊച്ചി നെടുമ്പാശ്ശേരി എയർപോർട്ടിലെത്തുന്നതിൻ്റെ തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്ന. മൃതദേഹം ഏറ്റുവാങ്ങാൻ എത്തുമെന്ന് അദ്ദേഹം നേരത്തെ തന്നെ അറിയിച്ചിരുന്നു. ഒരുപക്ഷെ അദ്ദേഹത്തോട് അദ്ദേഹം മുഖ്യമന്ത്രി പിണറായി വിജയനും മറ്റു മന്ത്രിമാരും അടങ്ങുന്ന വലിയൊരു സംഘം എയർപോർട്ടിൽ എത്തിയിട്ടുണ്ട്. ഇപ്പോൾ അദ്ദേഹം എത്തിക്കഴിഞ്ഞു. ഇനി മുഖ്യമന്ത്രി പിണറായി വിജയൻ അല്പസമയം കഴിയുമ്പോൾ എത്തിച്ചേരും. ഇന്ന് രാവിലെ 10:30 മണിക്കാണ് ഈ വിമാനം എത്തിച്ചേരുക. ഇന്ത്യൻ എയർഫോഴ്സിൻ്റെ പ്രത്യേക വിമാനം എത്തുന്നു. കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രി കുവൈറ്റിലെത്തിയിരുന്നു. എല്ലാവിധമായ ഒരുക്കങ്ങളും ചെയ്തു. ഈ വിദേശകാര്യ സഹമന്ത്രി ശരിക്കും ഈ മൃതദേഹങ്ങൾക്കൊപ്പം അദ്ദേഹം ഈ ഫ്ലൈറ്റിൽ ഉണ്ടാകും. ഇത് മൃതദേഹത്തെ അനുഗമിക്കുന്നുണ്ട്. അദ്ദേഹം ഒരുക്കങ്ങളെക്കുറിച്ചൊക്കെ അന്വേഷിച്ചറിയുകയാണ്. കൊച്ചി നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ 10:30 മണിക്കാണ് വിമാനം ലാൻഡ് ചെയ്യുന്നത് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അദ്ദേഹം ബന്ധുജനങ്ങളെ, അതായത് സ്വന്തം ഇഷ്ടപ്പെട്ടവർ കുവൈറ്റിൽ നഷ്ടപ്പെട്ടു പോയ ബന്ധുജനങ്ങളോടൊക്കെ അദ്ദേഹം കാര്യങ്ങൾ അന്വേഷിക്കുകയാണ് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി. മന്ത്രി, കേന്ദ്ര ടൂറിസം പെട്രോളിയം സഹമന്ത്രി സുരേഷ് ഗോപി കൊച്ചി എയർപോർട്ടിലെത്തി ഈ കുവൈറ്റിൽ മരിച്ചവരുടെ ബന്ധുക്കളെ കാണുന്ന ദൃശ്യമാണ് ഇപ്പോൾ തത്സമയം പ്രേക്ഷകർ നെടുമ്പാശ്ശേരിയിൽ നിന്നും കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ സമയം 9 മണി കഴിഞ്ഞ് 59 മിനിറ്റ് 18 സെക്കൻഡായി. 10:30 മണിക്ക് ഇന്ത്യൻ എയർഫോഴ്സിൻ്റെ പ്രത്യേക വിമാനം മൃതദേഹമായി ലാൻഡ് ചെയ്യും. അസ്ഥി പൊള്ളുന്ന ദുഃഖത്തിലേക്കായിരിക്കും ഈ വിമാനം പറന്നിറങ്ങുക. നമുക്കറിയാം, ഒരു കണ്ണീർ പാടമായിട്ട് മാറും കൊച്ചിയിലെ നെടുമ്പാശ്ശേരി വിമാനത്താവളം. ഒരുപാട് ബന്ധുജനങ്ങൾ അവിടെ എത്തിയിട്ടുണ്ട്. ഈ പെട്ടെന്ന് മടങ്ങി വരാമെന്ന് പറഞ്ഞു പോയവർ, ഇന്നലെയും കൂടി വിളിച്ച ആളുകൾ, വെളുപ്പിന് ടെലിഫോൺ ചെയ്തിട്ട് എടുക്കാതെ പോയ ആളുകൾ, അങ്ങനെ വൈവിധ്യമാർന്ന ഒരുപാട് കണ്ണീർ കഥകളുമായിട്ടാണ് ഈ 24 മലയാളികളുടെ ജീവിതം കുവൈറ്റിൽ എരിഞ്ഞടങ്ങിയിരിക്കുന്നത്. 23 മലയാളികളുടെ മൃതദേഹങ്ങൾ കൊച്ചിയിൽ ഇറക്കും. ഒരാളിൻ്റെ മൃതദേഹം മുംബൈയിലായിരിക്കും സംസ്കരിക്കുക. പോലീസ് എസ്കോർട്ടോടെ ആംബുലൻസ് ഓരോ വീട്ടിലും എത്തും. ഒരുപക്ഷെ ഓരോ നാട്ടിലേക്കും ദുഃഖവുമായിട്ടായിരിക്കും ഈ ആംബുലൻസ് കയറി ചെല്ലുക. ഒരു നാടിൻ്റെ പൊന്നോമനകളെന്നൊക്കെ ആളുകൾ പറയുന്ന പ്രവാസികളുടെ ജീവിതം എരിഞ്ഞടങ്ങുന്നതിൻ്റെ, അതും ഇത്രയധികം ആളുകളുടെ ജീവിതം എരിഞ്ഞടങ്ങുന്നതിൻ്റെ കണ്ണീർ കാഴ്ചകളുമായിട്ടാണ് ഇന്നത്തെ പ്രഭാതം പൊട്ടിവിടുന്നത്. ഇന്ന് രാവിലെ 10:30 ഒരുപക്ഷെ ഈ ഏറ്റവും മലയാളികൾക്ക് സമാനതകളില്ലാത്ത വൈഷമ്യമുണ്ടാക്കുന്ന, വേദനയുണ്ടാക്കുന്ന ദൃശ്യങ്ങളുമായി ഈ ഇന്ത്യൻ എയർഫോഴ്സിൻ്റെ പ്രത്യേക വിമാനം പറന്നിറങ്ങുക. ഈ വിമാനത്തിൽ തന്നെയാണ് കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രിയും സഞ്ചരിക്കുന്നത്. എല്ലാവിധമായ കോർഡിനേഷനും നടത്തിയിട്ടാണ് വിദേശകാര്യ സഹമന്ത്രി അവിടെ നിന്ന് വന്നത്. ഇപ്പോൾ കേന്ദ്ര ടൂറിസം പെട്രോളിയം സഹമന്ത്രി സുരേഷ് ഗോപി ബന്ധുജനങ്ങളെ കാണുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ കാണുന്നത്. അദ്ദേഹം അല്പം മുമ്പാണ് കൊച്ചി നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ എത്തിയത്. മൃതദേഹം ഏറ്റുവാങ്ങാൻ എത്തുകയായിരുന്നു അദ്ദേഹം. മുഖ്യമന്ത്രി പിണറായി വിജയനും മന്ത്രി പി രാജീവ്, മന്ത്രി കെ രാജൻ, മന്ത്രി വീണ ജോർജ്, മന്ത്രി റോഷി അഗസ്റ്റിൻ തുടങ്ങി സംസ്ഥാന മന്ത്രിമാരൊക്കെ തന്നെ ഇവിടെ എത്തിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്ന ഒരുപാട് ബന്ധുജനങ്ങളും ഇവിടെ എത്തിയിട്ടുണ്ട്. അദ്ദേഹം സുരേഷ് ഗോപി കാര്യങ്ങൾ ചോദിച്ചറിയുകയാണ്. പല ബന്ധുജനങ്ങളെയും അദ്ദേഹം കണ്ടു. പല ജില്ലകളിൽ നിന്നുള്ള ബന്ധുജനങ്ങളാണ്. അദ്ദേഹത്തിൻ്റെ സ്വന്തം ജില്ലയെ കൊല്ലത്തും 4 പേർ ഈ മരിച്ചു. 24 മലയാളികൾക്കാണ് മരണമുണ്ടായത്. 23 പേരായിരുന്നു ഇന്നലെ. ഇന്ന് വെളുപ്പിന് ചികിത്സയിലുണ്ടായിരുന്ന ഒരു മലയാളി കൂടി മരിച്ചതോടെ 24 പേരായി മാറി. ആകെ 50 പേരാണ് ഈ കുവൈറ്റിലുണ്ടായ തീപിടുത്തത്തിൽ മരിച്ചത്. പൊതുപ്രവർത്തകരും മന്ത്രിമാരും അതുപോലെ MP-മാരും MLA-മാരും എല്ലാവരും കൊച്ചി വിമാനത്താവളത്തിൽ എത്തിയിട്ടുണ്ട്. പ്രവാസികൾക്കുണ്ടായ ഈ മഹാദുരന്തം, ആ ദുരന്തത്തിൽ ബന്ധുജനങ്ങളെ ആശ്വസിപ്പിക്കാൻ എത്തിയിട്ടുള്ള ആളുകളുടെ കൂട്ടത്തിൽ കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രി സുരേഷ് ഗോപിയും എത്തിച്ചേർന്നിരിക്കുന്നു. അതുപോലെ സംസ്ഥാന മന്ത്രിമാർ കെ രാജനും പി രാജീവും, മന്ത്രി വീണ ജോർജും റോഷി അഗസ്റ്റിനും ഒക്കെ എത്തിയിരിക്കുന്നു. അല്പനിമിഷങ്ങൾക്കകം മുഖ്യമന്ത്രി പിണറായി വിജയനും കൊച്ചി എയർപോർട്ടിലേക്ക് എത്തിച്ചേരും. 10:30 മണിക്കാണ് വിമാനം എത്തുക. ഒരുപക്ഷെ പോലീസ് എസ്കോർട്ടോടെയാണ് എല്ലാ ആംബുലൻസും നാടിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് സഞ്ചരിക്കുക. ADGP MR അജിത് കുമാറിൻ്റെ നേതൃത്വമുള്ള വലിയൊരു പോലീസ് സംഘത്തിൻ്റെ വലയത്തിലാണ് ഇപ്പോൾ കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളം. ഈ വിമാനത്താവളത്തിൻ്റെ റൺവേയിലേക്ക് 10:30 മണിക്ക് കണ്ണീർ തൂകിക്കൊണ്ട് ഈ വിമാനം പറന്നിറങ്ങും. ഒരുപക്ഷെ കേരളം കണ്ടിട്ടില്ലാത്ത, സമാനതകളില്ലാത്ത ഒരു കണ്ണീർ പാടത്തിലേക്കായിരിക്കും വിമാനം പറന്നിറങ്ങുക. കുവൈറ്റിലെ ലേബർ ക്യാമ്പിലുണ്ടായ തീപിടുത്തത്തിലാണ് 50 പേരുടെ മരണത്തിനും കാരണമാക്കുകയും കുറേ അധികം ആളുകൾക്ക് ഗുരുതരമായ പരിക്കുകൾ പറ്റുകയും ചെയ്ത തീപിടുത്തം മിനിഞ്ഞാന്ന് ഉണ്ടായത്.
ഒരുപക്ഷെ ഇന്നലെയും ഇന്നുമായി ഒരുപാട് വീടുകൾക്ക് നിദ്രാവിഹീനമായ രാവുകൾ സമ്മാനിച്ചു, പകലുകൾ സമ്മാനിച്ചു. ഒരുപക്ഷെ നമുക്ക് നമ്മൾ ഗൾഫ് നാടുകളെന്ന് പറയുമ്പോൾ നമ്മുടെ അത്താണിയാണ്. അവിടേക്ക് ജോലിയായി പോയിട്ടുള്ള ആളുകളുടെ മടക്കയാത്ര ജീവനറ്റ ചേതനയറ്റ ശരീരമായിട്ടാണ് എന്നുള്ളത് ബന്ധുജനങ്ങൾക്കും നാട്ടുകാർക്കും ഓർമ്മിക്കാൻ കഴിയുന്നതല്ല. കേരളത്തിന് ഈ അടുത്ത കാലമുണ്ടായ ഏറ്റവും വലിയ ദുരന്തങ്ങളിലൊന്നാണ് ഈ കുവൈറ്റിലെ ദുരന്തം. ബന്ധുജനങ്ങളെയൊക്കെ അദ്ദേഹം കാണുന്നുണ്ട്. ഒരുപക്ഷെ പ്രവാസി മലയാളികൾക്ക് ഇത് താങ്ങാൻ കഴിയാത്ത ദുഃഖവും ദുരിതവുമാണ്. എന്തൊക്കെ നമ്മൾ ആശ്വാസവാക്കുകൾ പറഞ്ഞാലും എന്തൊക്കെ സഹായിച്ചാലും തീർച്ചയായിട്ടും ഈ മഹാദുരന്തത്തിന് അവർക്ക് പരിഹാരമില്ല. എത്ര ലക്ഷങ്ങൾ രൂപ അവർക്ക് വീട്ടിലേക്ക് വന്നാലും തൽക്കാലം ലോൺ അടയ്ക്കാനും ജപ്തി മാറ്റാനും അതുപോലെ കുട്ടികളെ പഠിപ്പിക്കാനും ഒക്കെ ഈ പണവും ഇൻഷുറൻസും ഒക്കെ ഉപകരിച്ചാൽ പോലും എന്നേക്കുമായി നഷ്ടപ്പെടുന്ന ആ ആളിൻ്റെ പകരം വയ്ക്കാൻ അവർക്കൊന്നും ജീവിതത്തിൽ ലഭിക്കുന്നില്ല. ഇനി അങ്ങോട്ട് വിയോഗത്തിൻ്റെയും വിരകത്തിൻ്റെയും നാളുകളാണ്. രംഗബോധമില്ലാത്തൊരു കോമാളിയെ പോലെ കുവൈറ്റിൽ തീമഴയായി മരണം പെയ്തിറങ്ങിയപ്പോൾ നമ്മുടെ 50 പേരെയാണ് നമുക്ക് നഷ്ടമായത്. ഇതിൽ 24 പേർ നമ്മുടെ സ്വന്തം സഹോദരങ്ങളാണ്, 24 മലയാളികളാണ്. അതിൽ 23 പേരുടെ മൃതദേഹങ്ങൾ 10:30 മണിയോടെ കൊച്ചിയിലെ നെടുമ്പാശ്ശേരിയിൽ ഇന്ത്യൻ എയർഫോഴ്സിൻ്റെ പ്രത്യേക വിമാനത്തിൽ എത്തിക്കും. കേന്ദ്ര സർക്കാർ എല്ലാവിധമായ നടപടിക്രമങ്ങളും ചെയ്തു. സംസ്ഥാന സർക്കാരിന് കോർഡിനേഷൻ കുവൈറ്റിൽ പോയി ചെയ്യാൻ കഴിയാതെ പോയി. മന്ത്രി വീണ ജോർജിന് കുവൈറ്റിലെത്താനുള്ള പൊളിറ്റിക്കൽ ക്ലിയറൻസ് പേഴ്സണൽ മന്ത്രാലയം നൽകിയില്ല. അതുകൊണ്ട് തന്നെ നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ നിന്ന് മന്ത്രി വീണ ജോർജ് ഇന്നലെ മടങ്ങിപ്പോകേണ്ട നിർഭാഗ്യകരമായ അനുഭവമുണ്ടായി. ഇതിനോടൊന്നും യോജിക്കാൻ കഴിയില്ല എന്ന് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ തുറന്നു പറയുകയും ചെയ്തിരുന്ന പ്രഭാതത്തിൽ ഇന്നലെ രാത്രി തന്നെ മന്ത്രി വീണ ജോർജും വളരെ നിർഭാഗ്യകരമായ പ്രതിഷേധാർഹമായ കാര്യമാണ് കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടായത്. ദുഃഖത്തിൻ്റെ മുൻപിൽ നിൽക്കുന്ന ഒരു സംസ്ഥാനത്തിൻ്റെ മന്ത്രി എന്ന നിലയിൽ കുവൈറ്റിലേക്ക് പോകാൻ തങ്ങളെ അനുവദിക്കാത്തത് വലിയ അപരാധമായി എന്ന രീതിയിൽ തന്നെ മന്ത്രി വീണ ജോർജും സംസാരിക്കുന്നുണ്ടായിരുന്നു. എന്തായാലും ബന്ധുജനങ്ങളോട് ഇപ്പോൾ കേന്ദ്ര സഹമന്ത്രി ടൂറിസം പെട്രോളിയം സഹമന്ത്രി സുരേഷ് ഗോപി സംസാരിക്കുന്നതിൻ്റെ തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത്.